Flavors of AB Kitchen. അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങയില മുട്ടത്തോരനാണ്. എങ്ങനെയാണെന്ന് കാണാം. കുറച്ച് മുരിങ്ങയില എടുത്തു വെച്ചിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തണ്ട് റിമൂവ് ചെയ്തതാണ്. ഇതിന് അരപ്പിന് ആവശ്യമായി തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. പിന്നെ നമുക്ക് ആവശ്യമായത് മുട്ടയാണ്. 2 മുട്ട വേണം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇനി നമുക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. നമ്മുടെ ഭക്ഷണത്തിൽ ഇടയ്ക്കൊക്കെ പച്ചിലക്കറികളൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കണം. എൻ്റെ മോളുടെ ചെറുപ്പത്തിൽ എപ്പോഴും ഞാൻ മുരിങ്ങയിലക്കറിയാണ് വെച്ച് കൊടുക്കാറുള്ളത്. അവൾക്ക് ഏറ്റവും ഇഷ്ടം മുരിങ്ങയിലക്കറിയായിരുന്നു. അങ്ങനെ കറികളായിട്ടും തോരൻ വെച്ചോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. മുരിങ്ങയിലത്തോരൻ തന്നെ പല രീതിയിൽ വെക്കാം. ചക്കക്കുരു ഇട്ട് വെക്കാം, പരിപ്പിട്ട് വെക്കാം, വെറുതെ തോരൻ വെക്കാം, പിന്നെ മുട്ടയിട്ട് വെക്കാം. കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മുട്ടയിട്ട് വെക്കുന്നതാവും. ആ മുട്ടയുടെ ടേസ്റ്റ് കൊണ്ട് കുട്ടികളെല്ലാം കഴിക്കും. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. നമുക്കതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇവിടെ മുട്ടയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആയി വരണം. ഉപ്പൊക്കെ പോരെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. കറിവേപ്പില ഇട്ടില്ലേലും പ്രശ്നമൊന്നുമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇനി ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.